മോർണിംഗ്. ഹലോ. അങ്ങനെ രാവിലെ എണീറ്റ് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പാസ്സാക്കി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് ഞാൻ സത്യം മനസ്സിലാക്കിയത്. വേറൊന്നുമല്ല, വണ്ടി സ്റ്റാർട്ട് വേണ്ട. പെട്ടുപോയെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പെട്ടു. 800 കാർബറേറ്ററിൽ എല്ലാവർക്കും ഇത് റിലേറ്റബിൾ ആയിരിക്കുമല്ലോ. ഞാൻ എന്നെ കൊണ്ടാകാവുന്നതും വണ്ടീനെ കൊണ്ടാകാവുന്നതും എല്ലാം മാക്സിമം ശ്രമിച്ച് നോക്കിയിട്ടും എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റില്ല ഗൈസ്. ഈ ഒരൊച്ചയോടുകൂടി ഞാൻ ആ പരിപാടിയോടെ അവസാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ബാക്കി വീഡിയോസ് എടുക്കാൻ മറന്നു. ചെറുതായിട്ട് എന്തോ ഫ്യൂസ് പോകാറുള്ള സംഭവം. അപ്പം തന്നെ ചേട്ടനെ വിളിച്ചു, ചേട്ടൻ നമുക്ക് വണ്ടി റെഡിയാക്കി തന്നു. വണ്ടിയെല്ലാം റെഡിയായ സന്തോഷത്തിൽ അടുത്ത പരിപാടിയും പിടിച്ച് ഞങ്ങൾ മൊബൈൽ എടുക്കാൻ പോയി. വണ്ടി എടുത്താലും മലപ്പുറത്തും പിടിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ KFC കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. പിന്നെ അങ്ങോട്ട് ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊരു നീണ്ട വെയിറ്റിംഗ് ആയിരുന്നു. ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നു, നടന്ന് വെയിറ്റ് ചെയ്യുന്നു, നിന്ന് വെയിറ്റ് ചെയ്യുന്നു. ഇടയ്ക്ക് പോയി എത്തി നോക്കവരെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരെൻ്റെ നമ്പർ വിളിച്ചില്ല. ടച്ചായി കേസ് എനിക്ക്. One eternity later. കിട്ടിയതിൻ്റെ സന്തോഷം മൊത്തം എൻ്റെ മുഖത്ത് കണ്ടാൽ മനസ്സിലാവും ഗൈസ്. പിന്നെ ഒന്നും നോക്കില്ല, ചാളം പൂള എല്ലാം എടുത്ത് പുറത്തേക്കും അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി ഗൈസ്. പോണ കാര്യം എന്താണെന്ന് മറന്നു വരെ പോയി ഗൈസിനെ. വിശപ്പ് കടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ദൗത്യം എന്താണെന്ന് ഓർമ്മ വന്നത്. ദൗത്യം പൂർത്തിയാക്കാൻ വീണ്ടും ഞങ്ങൾ പുറപ്പെട്ടു. ഈ കാണുന്ന പ്ലാനിങ്ങും ചോദ്യമൊക്കെ വെറുതെ. ഇതിൽ പറയുന്ന പോലെ ഒന്നുമേ അല്ല അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത്. ആർക്കാ ഫോൺ എടുത്തേ, ഏത് ഫോൺ എടുത്തേന്നൊക്കെ അറിയണ്ടേ?